ഹായ്, നമുക്കിന്നൊരു പാലട പായസം ഉണ്ടാക്കിയാലോ? ഇവിടെ ഫ്രൈഡേ ഹസ്ബൻഡിന് ലീവാണേ. അപ്പോൾ എൻ്റെ മിക്കവാറും എക്സ്പെരിമെൻ്റ് ഞാൻ ആ ഒരു ദിവസമാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ അട വേവിച്ചെടുക്കണം കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ പായസം വെക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മിക്സാണ് യൂസ് ചെയ്യാറ്. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. ആ സമയം കൊണ്ട് ഞാൻ ഷുഗർ കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ലിറ്ററോളം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. ഈ ഒരു കളർ ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഞാൻ കാരമലൈസ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ വേണം നമ്മൾ വേവിച്ച് വെച്ച അട ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഇതിപ്പം ഞാൻ തണുത്ത വെള്ളത്തിൽ കഴുകി വെച്ച അടയാണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം തിളച്ച് കിട്ടുന്നവരെ നമ്മൾ കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇത് നന്നായി വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല തിക്കായിട്ട് നല്ല ക്രീമി കൺസിസ്റ്റൻസി കിട്ടുന്നവരെ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഈ ഒരു സമയമായപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായി. ഞാനൊഴിച്ച പാല് കൂടിപ്പോയോ? കാരണം അട ഓൾറെഡി വേവിച്ചിട്ടാണല്ലോ ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല. പക്ഷേ ഞാൻ കുറേ നേരം കണ്ടിന്യൂസ്ലി ഇളക്കിയപ്പം ഇത് നല്ല തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും മതി കേട്ടോ. ഇനി ഇത് ആറുമ്പോഴത്തേക്കും ഒന്നും കൂടി കുറുകി വന്നോളും. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി നെയ്യിൽ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പായസമൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.